ചെയ്യാൻ പോകുന്നത്. സാധാരണ പട്ടുപാവാടയൊക്കെ തയ്ക്കുന്നില്ലേ, ആ തരത്തിലുള്ള സ്കേർട്ടാണ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതിന് 4 മീറ്റർ തുണിയാണുള്ളത്. 4 മീറ്റർ തുണി ഇതാ ഇങ്ങനെ ഞാൻ മടക്കി ഇട്ടിരിക്കുവാണ്, കണ്ടോ, മടക്കി ഇട്ടിരിക്കുവാണ്. ഇനി നമുക്ക് ഇതിൽ വേറെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ജസ്റ്റ് ഹൈറ്റ് മാത്രമേ നമ്മൾ മാർക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 41 ഇഞ്ചാണ് ടോട്ടൽ ഹൈറ്റ് വരേണ്ടത്. എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞതിന് ശേഷം ഹൈറ്റ് 41 വരേണ്ടത്. അപ്പം ഞാൻ ഇവിടെ ഇപ്പോൾ മൊത്തത്തിൽ 38 ഇഞ്ച് ഇറക്കമുള്ളൂ. അപ്പോൾ ഇത് മൊത്തം സ്കേർട്ട് പോർഷനിലായിട്ട് എടുത്തിട്ട് ഈ ഭാഗത്ത് സ്കേർട്ടിൻ്റെ മേലെ നമ്മൾ സെപ്പറേറ്റ് പട്ടയാണ് വെക്കുന്നത്. അപ്പോൾ ആ 41 ഇഞ്ച് കണക്കാക്കി നമ്മളിവിടെ ഒരു പട്ട കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇതിൽ 38 ഇഞ്ച് ഇറക്കമുണ്ടെങ്കിലും ഇവിടെ മടക്കി തയ്ക്കാനായിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ 37.5. മേൽഭാഗത്ത് ജോയിൻ ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് പോകും. അപ്പോൾ നമുക്കിവിടെ 38 എന്നുള്ളത് 37 കിട്ടത്തുള്ളൂ. ബാക്കി 4 ഇഞ്ച് നമ്മൾ മേളിൽ ഇവിടെ ഇങ്ങനെ പട്ട കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്കേർട്ടിന്റെ തുണിയെ ഇതുപോലെ 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. ഇത് ഫോൾഡ് ചെയ്ത ഭാഗം, ഇത് 2 ഓപ്പൺ ഭാഗം, ഇവിടെ കംപ്ലീറ്റ് ക്ലോസ്ഡ് ഭാഗമാണ്, കണ്ടോ, ഫോൾഡ് ചെയ്തുള്ള ഭാഗമാണ്. അപ്പൊ നമുക്കതിനെ ഇങ്ങനെ ഈ ഭാഗങ്ങളെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിന്റെ സെന്ററൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇതാ ഇവിടെ ഓപ്പൺ ആണ് ഈ 2 അപ്പൊ ഇവിടെ നമുക്ക് ഈ ക്ലോസ്ഡ് ഭാഗത്തിൽ നമുക്കൊരു സെന്റർ മാർക്ക് ചെയ്യാം, കണ്ടോ. അതുപോലെ ഈ 2 ഭാഗത്തും നമുക്ക് ഇങ്ങനൊരു നോട്ട് ഷീറ്റ് കൊടുക്കാം. എന്തിനെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുന്നത്, നമ്മുടെ ഈ സ്കേർട്ടിന്റെ ഹിപ്പ് വണ്ണം 30 ആണ്, പ്ലസ് 4 ഇഞ്ചും കൂടെ ഞാൻ ഇതിൽ കുറച്ച് ലൂസ് തന്നെ ഇടുന്നുണ്ട്. അപ്പം അത് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ടാണ് 4 ഇഞ്ച് ഇടുന്നത്. 34ന്റെ 4/1 നമുക്ക് എടുക്കണം. 34ന്റെ 4/1 എന്ന് പറയുന്നത് 8.5 അപ്പൊ ആ 8.5 എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇവിടെ ഓപ്പൺ ഭാഗമാണല്ലോ, ഇത് ഓപ്പൺ ഭാഗമാണല്ലോ. ഈ ഓപ്പൺ ഭാഗത്തിന്റെ ആദ്യത്തെ കട്ട് നമുക്ക് ഇവിടെയാണ് വന്നിരിക്കുന്നത്, കാണിച്ചുതരാം. ഇവിടെയാണ്, അതായത് ഇത് മുതൽ ഈ കട്ട് വരെ, നമ്മൾ പ്ലീറ്റ് ഇട്ട് വരുമ്പോൾ നമുക്ക് 8.5 ആയിരിക്കണം അളവ് വരേണ്ടത്. അങ്ങനെ ഇതുപോലെ അടുത്ത കട്ട് നമ്മൾ വീണ്ടും ഇവിടെ ഇട്ടിട്ടുണ്ട്, ഇവിടെ. അപ്പോൾ ഇത് മുതൽ ഇതുവരെ 8.5 ആയിരിക്കണം. അപ്പൊ ഇവിടത്തെ 8.5യും ഇവിടത്തെ 8.5യും കൂടെ ആകുമ്പോൾ 17. അതുപോലെ അടുത്ത വശത്ത് ഇടുമ്പോൾ നമുക്ക് കറക്റ്റ് 34 കിട്ടും. നമുക്ക് ചെയ്തു നോക്കാം. അതിന് മുൻപായിട്ട് നമുക്ക് ആദ്യം ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇത്രയും ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഏകദേശം ഇവിടെ നിന്ന് ഒരു 5 ഇഞ്ച് വരെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലീറ്റുകളിടാം. ഈ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഭാഗം മുതൽ നമ്മുടെ ഫസ്റ്റ് കട്ടില്ലേ, ഫസ്റ്റ് കട്ട് വരെ എത്രയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കട്ട് ഇവിടെ ഇവിടം വരെ, ഫസ്റ്റ് കട്ട് ഇവിടം വരെ. അപ്പം 42.5 ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഈ 42.5-നെയാണ്, അതായത് ഇത് മുതൽ നമ്മൾ ഫസ്റ്റ് കട്ടിട്ടില്ലേ അതുവരെയുള്ള 42.5-നെയാണ് നമ്മൾ പ്ലീറ്റ് ചെയ്തിട്ട് 8.5 ഇഞ്ചായിട്ട് കുറയ്ക്കേണ്ടത്. ഇതുവരെ 8.5 ഇഞ്ചായിട്ട് ഒരു സൈഡ് കുറയ്ക്കേണ്ടത്. നമ്മളിവിടം വരെ പ്ലീറ്റ് ഇട്ടു. അപ്പൊ നമുക്ക് ഇതുവരെയുള്ള പ്ലീറ്റിന്റെ അളവ് എത്രയും നോക്കാം. നമുക്ക് ഇങ്ങനെ ഒന്ന് ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് അളന്ന് നോക്കാം. ഇവിടം വരെ ആകുമ്പോൾ 28 വരും. അപ്പൊ നമുക്കിനി ഇവിടെ നിന്ന് ഇത്രയും തുണിയും കൂടെ ഉണ്ട്. അതിൽ നമുക്കൊരു 6 ഇഞ്ച് പ്ലീറ്റ് കൂടെ ഇടണം. അപ്പൊ 34 കറക്റ്റായിട്ട് വരും. 2 ഇഞ്ച് വെച്ചിട്ടാണ് പ്ലീറ്റ് ഇട്ടിരിക്കുന്നത്. അപ്പൊ 2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യാം. ഇവിടെ 2 ഇഞ്ച് മാർക്ക് ചെയ്തു. 2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് നമുക്ക് അകത്തേക്ക് ഇങ്ങനെ മടക്കി വെക്കാം. അപ്പൊ ഇതുവരെ 28. അപ്പൊ ഇതും കൂടെ ആവുമ്പോൾ 30 ആയിട്ടുണ്ട്. വീണ്ടും നമുക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഇത്രയും കൂടെ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി 2 ഇഞ്ചും കൂടെ വെക്കണം.
2 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടെയാണ് 2 ഇഞ്ച്. അപ്പോൾ കറക്റ്റ് നമുക്ക് 34 വരും. നോക്കാം, ഒന്നും കൂടെ മാർക്ക് ചെയ്ത് നോക്കാം. അല്ല, ഒന്നും കൂടെ നമുക്ക് അളന്ന് നോക്കാം. കണ്ടോ, നമുക്കിവിടെ 34. ഇവിടെ നിർത്താം. ജസ്റ്റ് ഊരിയതിന് ശേഷം ഈ ഭാഗത്ത് ഇത്രയും നമുക്കിനി അകത്തേക്ക് മടക്കി വിടാം. ഇത്രയും മടക്കി വിടുന്നത് വൃത്തിയിടാവും. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടെ നമ്മൾ ഇത്രയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇവിടുന്ന് കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു 5 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെ ഇങ്ങനെ 5 ഇഞ്ച് മടക്കി സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്ക് ബാലൻസ് പ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് ഇവിടെയാണ് നമ്മുടെ 2 ഇഞ്ച് വരുന്നത്. ഈ 2 ഇഞ്ച് കണക്കാക്കി ഇതിനെ മൊത്തത്തിൽ അകത്തേക്ക് ഇങ്ങനെ മടക്കാം. നമുക്ക് പ്ലീറ്റ് ഫിനിഷ് ചെയ്യാം. സ്കേർട്ട് നമ്മൾ പ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കേർട്ടിനെ ഒന്ന് നന്നായിട്ട് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ച് കണക്കാക്കി ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. കേട്ടോ, 4 ഇഞ്ച് കണക്കാക്കി മാർക്ക് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ എല്ലാ പ്ലീറ്റിലും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലീറ്റിൻ്റെ സൈഡിലൊന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. ഇതുപോലെ നമുക്ക് തിരിച്ചെടുക്കാൻ പാടില്ല. നമുക്ക് അതിന് പകരം ഇങ്ങനെ കെട്ടിക്കൊണ്ട് നിർത്താം. എന്നിട്ട് ഇതിനെ കട്ട് ചെയ്യാം. വീണ്ടും ഇതുപോലെ കംപ്ലീറ്റ് ഒന്ന് നമുക്ക് ഇതുപോലെ അയൺ ചെയ്താൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇതുപോലെ ഇത് കംപ്ലീറ്റ് ചെയ്തെടുക്കണം. ഇതിനെ കെട്ടിട്ട് നിർത്താം. ഇവിടെ നമ്മുടെ 4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തിരുന്നു. ഈ 4 ഇഞ്ച് എല്ലാം ഇതുവരെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. 4 ഇഞ്ച് വരെ എല്ലാം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല അടിപൊളി പ്ലീറ്റ് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്ക് നമ്മുടെ സ്കർട്ടിൻ്റെ ഇറക്കം 41 നമുക്ക് വേണ്ടത്. നമ്മൾ കട്ട് ചെയ്തെടുത്തത് 38 ഇഞ്ചായിട്ടാണ്. അതിൽ ഇവിടെ 1/2 ഇഞ്ച് പോയിട്ടുണ്ട്. താഴെ ബോർഡർ ചെയ്യാനായിട്ട് 1/2 ഇഞ്ച് പോകും, മടക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പം നമുക്കിതിൻ്റെ നെറ്റ് ഇറക്കം വരുന്നത് 37 ഇഞ്ചായിരിക്കും. അപ്പം നമുക്കിവിടെ 4 ഇഞ്ച് സെപ്പറേറ്റ് പീസ് വെക്കണം. 4 ഇഞ്ച്. അപ്പം 4 ഇഞ്ച് എന്നുള്ളപ്പോൾ നമുക്ക് 8 ഇഞ്ച് ഇറക്കത്തിൽ, അതായത് നമ്മൾ 8 ഇഞ്ച് ഇങ്ങനെ മടക്കി വെക്കുമ്പോഴാണല്ലോ 4 ഇഞ്ച് വരുന്നത്. അപ്പം 8 ഇഞ്ച് ഇറക്കത്തിൽ 34 ഇഞ്ചാണ് വണ്ണം. അപ്പോൾ 35 ഇഞ്ച് വീതിയിൽ നമുക്ക് പട്ട വെക്കാനായിട്ട് കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണം, സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ സ്കേർട്ട് റെഡി ആയി കഴിയും. അപ്പോൾ നമുക്ക് മേൽഭാഗം പട്ട വയ്ക്കാനായിട്ട് തുണി കട്ട് ചെയ്തെടുക്കാം. മേളിൽ പട്ട വയ്ക്കാനായിട്ട് 8.5 ഇഞ്ച് നീളത്തിൽ ഈ ഒരു പീസ് 30 ഇഞ്ചുണ്ട് വീതി. ഇത് 8.5 ഇഞ്ച് ഇറക്കത്തിൽ 6 ഇഞ്ച് നീളത്തിൽ
കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇവിടെ നിന്ന് യോജിപ്പിക്കണം. അപ്പോൾ 35 ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് സ്കേർട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പട്ടയ്ക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത 8.5 ഇഞ്ച് നീളത്തിൽ 35 ഇഞ്ച് വീതിയിൽ കണ്ടോ, 35 ഇഞ്ച് വീതിയിൽ നമ്മൾ പട്ടയ്ക്ക് കട്ട് ചെയ്തെടുത്ത തുണിയാണിത്. പിന്നെ നമ്മളിവിടെ ഇത് ഇതുവരെ 30 ഇഞ്ചായിരുന്നു. ഇവിടെ 6 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് എന്നിട്ട് ഇവിടെ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് വരാനായിട്ട് ഇത്രയും ഈ വീതിയിൽ കുറച്ച് തുണി സ്കേർട്ടിൻ്റെ പീസ് ഉണ്ടായിരുന്നു. അപ്പം ഞാനത് ഇവിടെ ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്കേർട്ടിൽ ഇത് യോജിപ്പിച്ചെടുക്കുമ്പോൾ ഇതിങ്ങനെ വരത്തക്ക രീതിയിലാണ് യോജിപ്പിച്ചെടുക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അത് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ തുണി ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടോ, ഇങ്ങോട്ട് പതിച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അരികും ഈ തുണിയുമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ടിൻ്റെ അകത്തുള്ള വശത്ത് ഈ പട്ടയുടെ പുറത്തുള്ള വശം ഇങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ നമുക്കിങ്ങനെ കുറച്ച് 1/2 ഇഞ്ച് പുറത്തേക്ക് ഇട്ടേക്കാം. എന്നിട്ട് നമുക്കിനെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. സ്കേർട്ടിൻ്റെ അകത്തുള്ള വശത്ത് പട്ടയുടെ പുറത്തുള്ള വശം ചേർത്ത് വെച്ച് നമ്മളിവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇങ്ങനെ അകത്തേക്ക് മടക്കാം. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കാരണം നമുക്കിവിടെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ 4 ഇഞ്ചാണ് വരേണ്ടത്. ഇവിടെ 4 ഇഞ്ച് ഇല്ല, 3.5 വരുന്നുള്ളൂ. ഇതിലും 1/2 ഇഞ്ച് അകത്തേക്ക് പോകും മടക്കി. അപ്പോൾ 3 ഇഞ്ചേ കറക്റ്റായിട്ട് വരത്തുള്ളൂ. 1 ഇഞ്ച് നമുക്ക് വീണ്ടും ഇറക്കത്തിൽ കുറവുണ്ടാവും. വേറെ തുണിയില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെ ഇതും കൂടെ ചേർത്ത് ഇങ്ങനെ അകത്തേക്കൊന്ന് മടക്കിയതിന് ശേഷം ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് താഴേക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതുപോലെ ഇപ്പുറത്തെ വശവും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇപ്പുറത്ത് ചെയ്തതുപോലെ ഈ തയ്യൽത്തുമ്പിനകത്തേക്ക് മടക്കി വയ്ക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് മടക്കി ഇതിൻ്റെ മേലെ ഇങ്ങനെ വയ്ക്കുക. ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് മേലേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ തിരിച്ച് പുറത്തുള്ള സ്കേർട്ടിൻ്റെ പുറത്തുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ വെക്കാം. എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് തിരിച്ച് വയ്ക്കാം. തിരിച്ച് വെക്കുമ്പോൾ ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതുപോലെ നമ്മൾ മേളിൽ സ്കേർട്ടിൻ്റെ പട്ട സ്റ്റിച്ച് ചെയ്തെടുത്തു. അകത്ത് ലൈനിങ് പീസാണ്, പുറത്ത് മെയിൻ ക്ലോത്താണ് വെച്ചിരിക്കുന്നത്. ഇത്രയും തുണി ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് പുറത്തേക്ക് മാത്രമായിട്ട് എടുത്തത്.
ഇനി നമുക്ക് ഹൂക്കിൻ്റെ പടി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെയാണ് ഹൂക്കിൻ്റെ പടി വെക്കുന്നത്. ഹൂക്കിൻ്റെ പടി അടിക്കാനായിട്ട് നമുക്ക് ഇതുപോലെ കുറച്ച് തുണി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഈ ഭാഗം അകത്തേക്ക് ഇങ്ങനെ മടക്കി, അതിനുശേഷം ഇതിനെ ഇങ്ങനെ മടക്കി, ഇതിനെ ഇങ്ങനെ ഒന്ന് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഭാഗത്തെ വേസ്റ്റ് തുണിനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതിനെ ഇവിടുന്ന് 4 ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പം 4 ഇഞ്ച് ഇങ്ങനെ വയ്ക്കാം. എന്നിട്ട് ഇവിടെ നമുക്കിതിനെ ഇങ്ങനെ വെക്കാം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് നമുക്കിങ്ങനെ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഫുൾ അകത്ത് കയറ്റി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ജസ്റ്റ് എന്നിട്ട് ഇങ്ങോട്ട് 2 സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിനിങ്ങനെ തിരിച്ചു വയ്ക്കാം. കണ്ടോ, ഹൂക്കിൻ്റെ പടിയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ താഴ്ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഈ ഭാഗം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. ഇങ്ങനെ ഒന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്ത് കംപ്ലീറ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. താഴത്തെ ബോർഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് നമുക്ക് ഇങ്ങനെ താഴറ്റം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കംപ്ലീറ്റ് സൈഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ സ്കേർട്ട് റെഡി ആയിട്ടുണ്ട്.